അപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വിന് ഒരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ നിന്നും ശ്രുതി അശ്വിനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നന്ദി അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രീതി ആകാശിനെയും കൊണ്ട് തന്റെ വീട്ടിൽ അമ്മയും അച്ഛനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ അവർ കതക് തുറക്കാത്തപ്പോഴാണ് പ്രീതി ഓർത്തത് തന്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും കാണത്തില്ല, ഞാൻ അറിയാതെ വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അമ്മയും അച്ഛനെയൊക്കെ പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് പ്രീതിയോട് യാത്രയും പറഞ്ഞിട്ട് ആകാശ് പോവാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്. കാരണം അശ്വിൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു. ആ ഒരു സമയത്ത് ശ്രുതി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ അങ്ങനെയൊന്നും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞാലോ? കാരണം അഞ്ജലിയും മനോരമയൊക്കെ വരുമ്പോൾ ഈ സത്യങ്ങൾ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അഞ്ജലിയും മനോരമയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നീ എന്താ ശ്രുതി എന്നെ വിളിച്ചത്? കുറേ വട്ടം നീ വിളിച്ചിരുന്നത് ഞാൻ കണ്ടു, എന്താ കാര്യം എന്ന് ശ്രുതിയോട് ചോദിക്കുകയും, പക്ഷേ ആ ഒരു കാര്യം അശ്വിൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം ശ്രുതി പറയാൻ വേണ്ടിയിട്ട് വരുവാണ്. പക്ഷെ പറയരുത് എന്ന് അശ്വിൻ പറഞ്ഞത് കൊണ്ട് തന്നെ വേറൊരു വിഷയം മാറ്റി സംസാരിക്കുവാണ്. ഞാൻ കടലമാവ് അത്യാവശ്യമായിട്ട് എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും ലാവണ്യയും അശ്വിനും ഒരു ടൂർ പോകുന്നുണ്ട്, അപ്പോൾ അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവ് വേണമെന്ന് പറഞ്ഞു, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയും, പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വന്ന് ശ്രുതിയെ വഴക്കു പറയുന്നുണ്ട്. എന്നിട്ട് മനോരമയും അഞ്ജലിയും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശിക്ക് ശ്രുതി കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായി. അപ്പോൾ മുത്തശ്ശി ശ്രുതിയോട് പറയുവാണ്, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നീ കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാവൂ എന്ന്. അതുകൊണ്ട് നീ എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറയേ എന്ന് ചോദിക്കുകയും, ആ ഒരു സമയത്ത് ശ്രുതി സത്യം പറയുവാണ്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അശ്വിൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചെന്നും ആ ഒരു സമയത്ത് ഞാൻ പേടിച്ചു പോയി, അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിച്ചതാണ്, അതിന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുഴപ്പമില്ല, അശ്വിൻ സാറിന് വെള്ളമൊക്കെ കൊടുത്തു, ഷുഗർ ലെവൽ താഴ്ന്നു പോയതാണ് എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഷുഗർ ലെവൽ താഴ്ന്നതാണ്, തക്ക സമയത്തിന് മോൾ ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ പലവട്ടം പറയാറുള്ളതാണ്, ശ്രുതി ഈ വീട്ടിൽ വന്നതിന് ശേഷം ഐശ്വര്യമാണ് വന്നിട്ടുള്ളതെന്ന്. അതിന് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ആ ഒരു സമയത്ത് ശ്രുതി അവനെ രക്ഷിച്ചു. അശ്വിന്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും അവന്റെ ദേഷ്യവും ഈ ഒരു സ്വഭാവമൊന്നും മുരട് സ്വഭാവമൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അത്രത്തോളം അവൻ നിന്നോട് കാണിച്ചിട്ടും നീ ആ ഒരു ദേഷ്യമൊന്നും നിന്റെ മനസ്സിൽ വെക്കാതെയാണ് നീ അവനോട് പെരുമാറുന്നത്. അതാണ് നീ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ മുത്തശ്ശി ശ്രുതിയോട് പറയുന്നുണ്ട്. എന്തായാലും ലാവണ്യയും അശ്വിനും വേണ്ടിയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അടുക്കളയിൽ നിൽക്കുവാണ്. അങ്ങനെ അടുക്കളയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ശ്രുതിയുടെ മനസ്സിൽ അശ്വിനോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളാണ് ഓടി വരുന്നത്. താൻ ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നും, അശ്വിൻ സാറ് എന്നോട് ഞാൻ ദേഷ്യപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു പോയി, ഒരുപാട് സഹതാപം തോന്നി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി വരികയും, അശ്വിനും ലാവണ്യക്കുള്ള പലഹാരങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കാം, നീ അങ്ങോട്ട് പോയി സംസാരിക്കുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അശ്വിനോട് പോയി ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി കൈപോലും കഴുകാതെ നേരെ അശ്വിന്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അശ്വിന്റെ വാതിലിൽ തട്ടി അശ്വിൻ കതവ് തുറന്നു. ശ്രുതി പോയി അശ്വിനോട് സോറി പറയുന്നുണ്ട്. ഞാൻ സോറി പറയുവാണ്, കാരണം എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടിട്ട് ശ്രുതി പറയുവാണ്, എനിക്ക് ഇതിന് തക്കതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, പക്ഷെ ഇപ്പോൾ സാർ അത് അറിയണ്ട, എന്നോട് ക്ഷമിച്ചാൽ മാത്രം മതി എന്ന് ശ്രുതി അശ്വിനോട് പറയുകയും, എന്നിട്ട് അശ്വിൻ ശ്രദ്ധിച്ചപ്പോൾ ശ്രുതിയുടെ മുഖത്ത് കുറച്ച് മാവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് അപ്പോൾ അശ്വിൻ പറയുവാണ്, നിന്റെ മുഖത്ത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ശ്രുതി ആ ഒരു മുഖം തുടച്ച് കളയാനായിട്ട്, അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മാവ് പറ്റിയെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മാവ് വീണ്ടും ഒന്നുകൂടി തേച്ച് വെക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി നിന്റെ മുഖത്ത് മാവ് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അയ്യോ മാവ് എന്ന് പറഞ്ഞ് ശ്രുതി ആ ഒരു കൈ ശ്രദ്ധിക്കാതെ തലയിലെടുത്ത് അടിക്കുകയും കയ്യിലെ മാവ് അത്രയും തലയിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോൾ അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നി. അശ്വിൻ ഒരുപാട് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ആ ഒരു
മണ്ടത്തരം കണ്ടപ്പോൾ അശ്വിൻ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് പൊട്ടി ചിരിക്കുകയും അശ്വിന്റെ ഈ ഒരു മാറ്റം പെട്ടെന്ന് കണ്ടപ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലായില്ല. അങ്ങനെ ഇരുന്ന് ശ്രുതിയും എന്താ സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അഞ്ജലി വന്നിട്ട്, എന്താ കുഞ്ഞാ നീ, ഞാൻ എന്താ അത്ഭുതമാണ് കാണുന്നത്, ഒരിക്കൽ പോലും ചിരിക്കാത്ത നിന്നെയാണോ ചിരിച്ച് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് അഞ്ജലി ശ്രദ്ധിക്കുന്നത് ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ മാവ് പറ്റിയിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പറയുകയും അങ്ങനെ ശ്രുതി ഞാൻ പെട്ടെന്ന് പോയി കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഓടുവാണ്. എന്നാൽ അഞ്ജലിക്ക് സന്തോഷം, നീ ഇപ്പോൾ അവളുടെ മണ്ടത്തരം കണ്ടപ്പോൾ പോലും, ഇപ്പോൾ മണ്ടത്തരം ആണെങ്കിൽ പോട്ടെ, പക്ഷെ ആ ഒരു മണ്ടത്തരം ആണെങ്കിൽ പോലും നീ അത് കണ്ടിട്ട് ചിരിച്ചില്ലേ, ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചതാണ് നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണാനായിട്ട്, ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും കടലമിട്ടാടെ ഒരു ചിരി കാണാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ, എന്ത് ഭംഗിയാണ് ആ ചിരി കാണാൻ എന്നൊക്കെ ശ്രുതി തൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ ഒരു അശ്വിനും എല്ലാവരും കൂടി ആ ഒരു മീറ്റിങ്ങിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ ഒരു സമയത്താണ് ലാവണ്യ വരികയും ആ ഒരു സ്പാ ബ്യൂട്ടി പാർലറിൽ ചെന്ന ശേഷം സ്പാ ചെയ്ത സമയത്ത് അവര് ഏതോ ഒരു അലർജിയുള്ള ഒരു ക്രീമാണ് മുഖത്ത് തേച്ചതെന്നും അതിന്റെ സൈഡ് എഫക്റ്റ് എന്റെ മുഖത്ത് ഫുള്ള് കുരു വന്നു എന്നൊക്കെ ലാവണ്യ മനോരമയോട് പറയുകയും അങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് മനോരമ ലാവണ്യയുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. പക്ഷെ അതിന്റെ വേദനയും കാര്യങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അഞ്ജലി ശ്രുതിയുടെ കയ്യിൽ ഒരു കാരിയർ കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് പലഹാരങ്ങളാണ്, ഇതെല്ലാം നീ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അശ്വിനെല്ലാം ലാവണ്യയുടെ റൂമിൽ വരികയും ലാവണ്യക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കുരുവന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വരാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അശ്വിനും പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ സ്വയം അത് കൈകാര്യം ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അശ്വിൻ പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ശ്രുതിക്ക് വലിയൊരു 8ന്റെ പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു മുട്ടൻ പണി എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. കാരണം ഒരു വലിയൊരു 8ന്റെ പണിയാണ് ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കാറിന്റെ ഡിക്കി ഒന്നും തുറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ തന്റെ ആ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ശ്രുതി ആ ഒരു ഡിക്കി പതുക്കെ തുറക്കുകയും എന്നിട്ട് അതിന്റെ അകത്ത് കാരിയർ വെക്കുവാണ്. അപ്പോൾ അനാവശ്യമായിട്ട് കുറേ പേപ്പറും ഒക്കെ കിടക്കുന്നത് കണ്ടിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും പെട്ടെന്ന് കൈ കവറിൽ പിടിച്ച് ചർവി അതിന്റെ അകത്ത് ശ്രുതി വീണു പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ചാടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചതാണ്. പക്ഷേ കൈ തട്ടി ആ ഒരു ഡിക്കി അങ്ങ് അടഞ്ഞു പോവാണ്. അപ്പോൾ വീണ്ടും ശ്രുതി എണീച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ ഒരു തല ഒരു ഡിക്കിയിലും ഇടിച്ച് ബോധം കെട്ട് അതിനകത്ത് തന്നെ വീഴുവാണ്. ഈ ഒരു സമയത്ത് അശ്വിൻ വന്നു കാറ് എടുത്ത് നേരെ പോകുന്നുണ്ട്. പക്ഷെ ശ്രുതി ഇതിനകത്ത് പെട്ട കാര്യം അശ്വിൻ അറിയത്തില്ല. നേരെ അശ്വിൻ വണ്ടി എടുത്തുകൊണ്ട് മീറ്റിങ്ങിന് പോവാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സമയത്ത് ഇതാരും അറിഞ്ഞിട്ടില്ല, ശ്രുതി അവിടെ കാണാത്ത കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ശ്രുതിക്ക് സംഭവിച്ച കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു സമയം നമ്മുടെ അശോകനും പ്രമീളയ്ക്ക് ഒരു പണി കൊടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്യാമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇനി ശ്രുതിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലാവണ്യ അശ്വിന്റെ കൂടെ ആ ഒരു മീറ്റിങ്ങിന് പോയിട്ടില്ല, ശ്രുതി മാത്രമാണ് പോയിരിക്കുന്നത്. ഇനി അശ്വിനും അറിയത്തില്ല ശ്രുതി ഈ ഒരു അപകടത്തിൽ പെട്ട കാര്യം, അല്ലെങ്കിൽ തന്റെ ഡിക്കിയിൽ ശ്രുതി ഉള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.